പഴം മാത്രം മതി. ഇന്ന് പുട്ടും പഴമാണല്ലോ. രാവിലെ നന്നായി ആഹാരം കഴിക്കണം. ദിവസം മുഴുവനും കളിക്കാനും പഠിക്കാനും വേണ്ട ശക്തി പ്രഭാത ഭക്ഷണത്തിൽ നിന്നല്ലേ കിട്ടുന്നത്. എന്ത് കഴിക്കുമ്പോഴും നന്നായി ചവച്ചരച്ച് കഴിക്കണം. ഡോക്ടറോട് ചോദിക്കാം അല്ലേ ടീച്ചർ? ചോദിക്കാം. ഡോക്ടർ ഇപ്പൊ ക്ലാസ്സിൽ വരും. ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേട്ടിരിക്കണേ. ആഹാരത്തെ കുറിച്ചും ആരോഗ്യത്തെ കുറിച്ചും ക്ലാസ് എടുക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. നിങ്ങളുടെ സംശയങ്ങളെല്ലാം എന്നോട് ചോദിക്കാം. വിശക്കുമാറിൽ എന്തെങ്കിലും കഴിച്ചാൽ പോരെ ഡോക്ടർ? അതുപോരാ. ആരോഗ്യത്തോടെ വളരാനും പ്രവൃത്തി ചെയ്യാനും വേണ്ടതെല്ലാം ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. ആഹാരത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം? ധാന്യങ്ങളും പഴങ്ങളും പച്ചക്കറികളും എല്ലാം ഉൾപ്പെടുത്തണം. പിന്നെ മത്സ്യവും മാംസവും ഒക്കെ ഉൾപ്പെടുത്തുന്നതും നല്ലതാണ്. വേറെ എന്തൊക്കെ കഴിക്കണം ഡോക്ടർ? നമ്മുടെ നാട്ടിലുള്ള മാങ്ങയും ചക്കയും പപ്പായയും ഒക്കെ കഴിക്കണം. പിന്നെ പാലും കഴിക്കുന്നതും നല്ലതാണ്. ബിസ്ക്കറ്റ് കഴിക്കുന്നത് നല്ലതാണോ ഡോക്ടർ? നല്ലതല്ല. ബിസ്ക്കറ്റും കടയിൽ കിട്ടുന്ന സാധനങ്ങളും അങ്ങനെ ഉള്ളതൊന്നും കഴിക്കാൻ പാടില്ല. കടയിൽ കിട്ടുന്ന സാധനങ്ങളിൽ മണവും നിറവും വർദ്ധിപ്പിക്കാൻ പലതും ചേർക്കുന്നുണ്ട്. നല്ല ആഹാരശീലങ്ങൾ ഏതൊക്കെയാണ് ഡോക്ടർ? പഴകിയതും കേടുവന്നതുമായ ആഹാരങ്ങൾ കഴിക്കാൻ പാടില്ല. പിന്നെ തുറന്നു വച്ചതും കഴിക്കാൻ പാടില്ല. അവിലും തേങ്ങയും ചേർത്ത് കഴിക്കാമോ ഡോക്ടർ? അതൊക്കെ കഴിക്കാം. വീട്ടിലുണ്ടാക്കുന്നതെല്ലാം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ശരി. ആരോഗ്യത്തെ കുറിച്ചും ആഹാരത്തെ കുറിച്ചും നിങ്ങൾ പഠിച്ചില്ലേ? ഇനി നിങ്ങൾ ആഹാരശീലങ്ങൾ പാലിക്കില്ലേ? എന്നാൽ ഞാൻ പോട്ടെ. ടാറ്റാ. ഇന്നെന്താർക്കും ഒന്നും വേണ്ടേ? വന്നോ? വേഗം കൈയും മുഖവും കഴുകി വരൂ. ഞങ്ങൾ വരാം.